Hello, everybody. Hola a todos. Welcome back to Spanish with Lali. Time is precious. So, let's get started today's class. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടു വെർബ്സ് ആണ്. ടു വെർബ്സിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. ടു ബി, എസ്താർ അല്ലെങ്കിൽ സർ എന്ന് പറയും. എസ്താർ AR എൻഡ് ചെയ്യുന്ന വെർബാണ്, എസ്താർ ER എൻഡ് ചെയ്യുന്ന വെർബാണ് സർ. ഇത് രണ്ടിൻ്റെയും മീനിങ് ടു ബി ആണ്. രണ്ടിൻ്റെയും ആക്ഷൻ മീനിങ് സെയിം ആണെങ്കിൽ തന്നെയും അത് എവിടെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജോ എസ്തോയ്, അതുപോലെ ജോ സോയ്. ജോ മീൻസ് ഐ, സബ്ജക്റ്റ് പ്രോനൗൺ ആണ്. ഞാൻ പാർട്ട് 10 സബ്ജക്റ്റ് പ്രോനൗണിനെ കുറിച്ച് പഠിപ്പിച്ചിരുന്നു. അപ്പം ജോ ഐ, എസ്തോയ് ആം, ഐ ആം. ജോ ഐ, സോയ് ആം, ഐ ആം. എന്താണ് വ്യത്യാസം? രണ്ടുപേരും ഐ ആം എന്നാണ് പറയുന്നത്. അപ്പോൾ എസ്തോയ് എസ്താർ എന്ന വെർബിൽ നിന്നും ജോ കോൺജുഗേറ്റ് ചെയ്തപ്പോഴുള്ള മാറ്റമാണ് എസ്തോയ്, ജോ സബ്ജക്റ്റ് പ്രോനൗൺ. അതുപോലെ സർ എന്ന വെർബ് ചേഞ്ച് ആണ്. ജോയുടെ കൂടത്തിൽ യോജിച്ചപ്പോൾ, ഹുക്കായപ്പോൾ അത് സോയ് ആയി മാറി. ജോ സോയ് ഐ ആം, ജോ എസ്തോയ് ഐ ആം. ഇനി ഇതിൻ്റെ വ്യത്യാസമാണ്. എസ്തോയ് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ആയ സിറ്റുവേഷനാണ് നമ്മൾ എസ്തോയ് യൂസ് ചെയ്യണം. ടെമ്പററി എന്ന് പറഞ്ഞാൽ ഐ ആം സിക്ക്, ഞാൻ ഇന്ന് സിക്കാണ്, പക്ഷെ നാളെ ഞാൻ ഓക്കെ ആയിരിക്കും. അപ്പോൾ ആ ഐ ആം സിക്ക് എന്നുള്ള ആം എന്നുള്ളത് ഒരു പെർമനൻ്റ് സ്റ്റാറ്റസ് അല്ല. അങ്ങനെയുള്ള അവസ്ഥയിലാണ് നമ്മൾ ഈ എസ്താർ യൂസ് ചെയ്യുന്നത്, എസ്താറിൽ നിന്നുള്ള എസ്തോയ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുകയാണ് ഐ ആം സിക്ക്. അപ്പോൾ പറയാം ജോ എസ്തോയ് എൻഫെർമ. എൻഫെർമ എന്ന് പറഞ്ഞാൽ സിക്ക്. ഞാനൊരു ലേഡി ആയതുകൊണ്ട് എൻഫെർമ യൂസ് ചെയ്ത്, ഞാനൊരു മെയിലാണെങ്കിൽ എൻഫെർമോ. ജോ എസ്തോയ് എൻഫെർമ, ഐ ആം സിക്ക്. ഇനി ഇവിടെ സോയ് വന്നു. സോയ് എന്ന് പറയുമ്പം അതൊരു പെർമനൻ്റ് ആമാണ്. ഐ ആം എന്ന് പറഞ്ഞാൽ എൻ്റെ പേര്, ഐ ആം ലാലി എന്ന് പറഞ്ഞാൽ ഇന്നും നാളെയും എപ്പോഴും എൻ്റെ പേരിന് മാറ്റം വരുന്നില്ല, അതൊരു പെർമനൻ്റ് ആണ്. അതുകൊണ്ടാണ് ജോ സോയ് ഐ ആം നമുക്കിവിടെ ഫില്ല് ചെയ്യാം നമ്മുടെ പേര്. ഇപ്പോൾ മനസ്സിലായല്ലോ. സോയ് എന്ന് പറയുന്നത് ഐ ആം ആണ്, ബട്ട് അതൊരു പെർമനൻ്റ് ഐ ആം ആണ്. ജോ സോയ് ദേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഐ ആം ഫ്രം ഇന്ത്യ, എൻ്റെ ഒറിജിനാണത്, അതെപ്പോഴും ഇന്ത്യ തന്നെയായിരിക്കും. അതുകൊണ്ട് അവിടെ നമ്മൾ ജോ സോയ്. ഇനി സോയി നമുക്ക് വിട്ട് കളഞ്ഞിട്ട്, ജോ മാറ്റിയിട്ട് സോയി തൊട്ട് സ്റ്റാർട്ട് ചെയ്താലും കറക്റ്റാണ്. അവിടെ ഓട്ടോമാറ്റിക് ജോ ഉണ്ടെന്ന് മനസ്സിലാവും. ഇംഗ്ലീഷ് ആണെങ്കിലും എല്ലാം ഐ ആം സിക്ക്, ഐ ആം ലാലി, അവിടെ ഒരു മാറ്റമില്ല ഐ ആമിന്. ഇത് സ്പാനിഷിലൊരു വലിയൊരു വ്യത്യാസമാണ്. ഈ ഐ ആം എന്നുള്ളത് എസ്താറിൽ നിന്നും സെറിൽ നിന്നും നമുക്ക് യൂസ് ചെയ്യാം, ഇറ്റ് ഡിപ്പെൻസ്. ഇനി യു, തു. യുടെ മുകളിലൊരു ആക്സന്റ് മാർക്കുണ്ട്. തു മീൻസ് യു, ഇൻഫോർമൽ. ഇൻഫോർമൽ യു ആണ് തു. തു എസ്താസ്. എസ്താസ് ഇവിടെ വന്നത് എസ്താറിൽ നിന്നുള്ള ചേഞ്ച് ആണ്. ഈ വെർബിൽ നിന്നുള്ള യൂസ് ആണ് യുവിനോട് കൂട്ടത്തിൽ എസ്താസ് ആയി മാറുന്നത്. അപ്പോൾ തു എസ്താസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് യു ആർ. യു ആർ ഒരു ടെമ്പററി സ്റ്റാറ്റസ് ആണ് ഈ എസ്താസ് യൂസ് ചെയ്യുന്നത്. ഇനി അതൊരു പെർമനൻ്റ് ആക്കി നമുക്ക് ആ വെർബിനെ മാറ്റണമെങ്കിൽ സെറിൽ നിന്നുള്ള സെറിൻ്റെ ചേഞ്ച് ആണ്. അവിടെ എറേസ് എന്ന് പറയും, തു എറേസ്. ഇവിടെ തു എസ്താസ്. നീ സിക്കാണോ എന്ന് നമുക്ക് ചോദിക്കാം. അപ്പം നമുക്ക് എസ്താസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഹൗ ആർ യു, കോമോ എസ്താസ്, അത്രയും മതി.
como how. Estas are you. How are you. How are you എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് എസ്റ്റാസ്. കാരണം അതൊരു ടെമ്പററി ആയിട്ട് ചോദിക്കുന്നതാണ്. ഹൗ ആർ യു അത് ഗുഡ് ആകാം, ബാഡ് ആകാം, അതിന് ചേഞ്ചസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എസ്റ്റാർ യൂസ് ചെയ്തിരിക്കുന്നത്. എസ്റ്റാറിൽ നിന്നുള്ള ചേഞ്ച് കൊഞ്ചുഗേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആയിട്ട് കൊഞ്ചുഗേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഉള്ള ചേഞ്ചാണ് എസ്റ്റാസ്. ഈ ഏടെ മുകളിൽ ഒരു ചെറിയ ആക്സെൻറ്റ് ഉണ്ട്. അപ്പോൾ എസ്റ്റാസ്, കോമോ എസ്റ്റാസ് എന്ന് ചോദിച്ചാൽ വേണ്ട. എസ്റ്റാസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഉണ്ടെന്നുള്ള കാര്യം. കോമോ എസ്റ്റാസ്, ഹൗ ആർ യു. പിന്നെ എന്തുകൊണ്ട് എറേസ് അങ്ങനെ വന്നു? ഈ എറേസ് വന്നിരിക്കുന്നത് സെറിൽ നിന്നുള്ളതാണ്. സെർ പെർമനന്റ് വെർബാണ് ഇത്. എറേസ് ഓക്കെ. യു ആർ എ ടീച്ചർ, യു ആർ എ ഗുഡ് ടീച്ചർ, അല്ലെങ്കിൽ യു ആർ എ ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കണം എറേസ് ആണ്. എറേസ് ഉന മായസ്ട്ര. മായസ്ട്ര എന്ന് പറഞ്ഞാൽ ടീച്ചർ. ഊന എന്ന് പറഞ്ഞാൽ അത് ഫെമിനിയൻ, ലേഡി മായസ്ട്ര ആണെങ്കിൽ ഊന എന്ന് പറയും. ഊന മായസ്ട്ര. അപ്പോൾ ടീച്ചർ പെർമനന്റ് സ്റ്റാറ്റസ് ആണ്. ഇന്ന് നാളെ എല്ലാം ടീച്ചറാണ്, പെർമനന്റ് ആണ്. അതുകൊണ്ടാണ് എറേസ്, സെറിൽ നിന്നുള്ള യൂസ് ചെയ്ത സെർ എന്ന വെർബിൽ നിന്നാണ് നമ്മൾ എറേസ് വന്നിരിക്കുന്നത്. അപ്പോൾ എസ്റ്റാസ് ടെമ്പററി, എറേസ് പെർമനന്റ്. അപ്പൊ രണ്ടിന്റെ സബ്ജക്ട് പ്രോണൗൺ സെയിം ആണ്. ഓൺലി സ്റ്റാറ്റസിന്റെ വ്യത്യാസം അനുസരിച്ചാണ് ഈ വെർബിനും ഇവിടെ വ്യത്യാസം വന്നത്. എറേസ്, ഇവിടെ എസ്റ്റാസ്. മനസ്സിലായല്ലോ? കൺഫ്യൂഷൻ, ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ തോന്നാം, ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. പക്ഷേ നിങ്ങളുടെ കുറച്ചുകൂടെ പല ക്ലാസ്സുകളിൽ കവർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി എൽ, എയ, ഉസ്തേഡ് 3 സബ്ജക്ട് പ്രോണൗൺ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എൽ എന്ന് പറഞ്ഞാൽ ഹി, എയ, ഷീ, ഉസ്തേഡ്, യു, ഫോർമൽ. ഇവരെപ്പോഴും ഒരു ഫാമിലിയാണ്. ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ഇവരെപ്പോഴും യൂസ് ചെയ്യുന്ന വെർബിന്റെ ആ കെമിസ്ട്രിയും സെയിം ആയിരിക്കും. അപ്പൊ ടെമ്പററി ആയിട്ടുള്ള യൂസ് ആണ് എൽ എസ്താ. എസ്താർ എന്ന് പറഞ്ഞാൽ എൽ എസ്താ, എയ എസ്താ. ഇപ്പൊ ഞാൻ പറയാണ് എസ്താബിയൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ എസ്താബിയാൻ എന്ന് പറഞ്ഞാൽ ബിയൻ. എസ്താബിയൻ എന്ന് പറഞ്ഞാൽ ഹി ഈസ് ഗുഡ്. ഇനി എയ എസ്ത, അവിടെ ഒരു ഗേൾ ആണ് നിൽക്കണമെങ്കിലും എസ്താബിയൻ എന്ന് പറഞ്ഞാൽ അവള് ഗുഡാണെന്നാണ് പറയണത്. അവള് ഗുഡ് എന്ന് നാളെ ചിലപ്പോൾ ഗുഡ് അല്ലാണ്ടിരിക്കാം. അപ്പം ടെമ്പററി സ്റ്റേജ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ എസ്താബിച്ചത്. ഈ എയുടെ മുകളിൽ ഒരു ടിൽഡയുണ്ട്, എസ്താ എന്നാണ് പറയണേ. അതുപോലെ ഉസ്തേഡ് ഓൾസോ എസ്താ. ഉസ്തേഡ് ഒരു ഫോർമൽ യു ആണെങ്കിൽ, ലൈക്ക് കൊമോ എസ്താസ് ഞാൻ ചോദിച്ചില്ലേ ഇവിടെ, ഇൻഫോർമൽ തു. അപ്പൊ ഈ ഉസ്തേഡ് ഫോർമൽ യു ആണ്. അപ്പോൾ അവിടെ നമുക്ക് ചോദിക്കുവാണെങ്കിൽ കൊമോ എസ്താ ഉസ്തേഡ്, ഹൗ ആർ യു. എസ്താ ടെമ്പററി. കൊമോ എസ്താ എയ, ഹൗ ഈസ് ഷീ. കൊമോ എസ്താ എൽ, ഹൗ ഈസ് ഹി. എല്ലാം ഈ ടെമ്പററി ആയ എസ്താറിൽ നിന്നുള്ള ചേഞ്ച് ആണ് ഈ സബ്ജക്ട് പ്രോനൗണോടുകൂടി കൂടാൻ പറ്റി. ഇനി ഇത് നമുക്ക് മാറ്റി ഒരു പെർമനന്റ് വെർബ് യൂസ് ചെയ്യണം. എങ്ങനെ നോക്കാം. അവിടെ എൽ എസ്, എയ എസ്, ഉസ്തേഡ് എസ്. ഷീ ഈസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹി ഈസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ എൽ എസ് ഊൻ മയസ്ട്രോ, അവനൊരു ടീച്ചറാണ്. പിന്നെ അവളാണെങ്കിൽ എയ എസ് ഊന മയസ്ട്ര. ഊന ഞാൻ യൂസ് ചെയ്തു ബിക്കോസ് ഫെമിനിൻ ആയതുകൊണ്ട്. ഉസ്തേഡ് യു ഫോർമൽ, ഉസ്തേഡ് എസ് മയസ്ട്രോ ഓർ മയസ്ട്ര, ഡിപ്പെൻസ്. അപ്പോൾ ഇവർക്ക് 3 പേരുടെയും പെർമനന്റ് സ്റ്റാറ്റസ് യെസ് ആണ്. ടെമ്പററി സ്റ്റാറ്റസ് ഇവരുടെ 3 പേരുടെ എസ്തായാണ്. ഐ ആം, യു ആർ, ഷീ ഈസ്, ഹി ഈസ്, ഷീ ഈസ്, യു ഫോർമൽ, യു ആർ. അതുപോലെ തന്നെ ഇത് പെർമനന്റ്, ഹി ഈസ്, ഷീ ഈസ്, യു ആർ പെർമനന്റ്. അടുത്തത് വി, നോസോത്രോസ്, എസ്താമോസ്. നോസോത്രോസ് ഒരു വി നമ്മൾ പഠിച്ചതാണ് സബ്ജക്ട് പ്രോണൗൺ പ്രീവിയസ് ലെസൺ. നോസോത്രോസ്, നോസോത്രാസ് ഫീമെയിൽ ഗ്രൂപ്പാണ്. നോസോത്രാസ് ഫീമെയിലും മെയിലും കൂടെയുള്ള മിക്സഡ് ആണെങ്കിലും നോസോത്രോസ്. എസ്താമോസ്, ഇവിടെ നോസോത്രോസ് ഇല്ലാണ്ട് നമുക്ക് എസ്താമോസ് എന്ന് മാത്രം പറയാം.
അതിൻ്റെ അർത്ഥം വി ആർ. വി ആർ ഒരു ടെമ്പററി സ്റ്റേറ്റ് പറഞ്ഞാണ് എസ്താമോസ്. എസ്താറിൽ നിന്നുള്ള വി ആയിട്ട് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ എസ്താമോസ്. ചുമ്മാ എസ്താമോസ് പറഞ്ഞാൽ വി ആർ. പിന്നെ എന്താണെന്ന് നമുക്ക് പറയാം, വി ആർ ഗുഡ്, എസ്താമോസ് ബിയൻ, എസ്താമോസ് മാൽ, വി ആർ ബാഡ്. അങ്ങനെ നോസോത്രോസ് പറഞ്ഞില്ലെങ്കിലും എസ്താമോസ് പറഞ്ഞാൽ എൻ്റെ അവിടെ വി നോസോത്രോസ് ഉണ്ട് എന്ന് ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും അറിയാം. ഇനി ഇത് ടെമ്പററിയാണ്. ഇനി അതിൻ്റെ പെർമനൻ്റ് വേണമെങ്കിൽ സെറിൽ നിന്നുള്ള സോമോസ്, നോസോത്രോസ് സോമോസ് വി ആർ ഫ്രം മെക്സിക്കോ എന്ന് പറയണമെങ്കിൽ സോമോസ് ഡെ മെഹിക്കോ. അത് പെർമനൻ്റ് ഒരു ഒറിജിനാണ്, ആ ഒറിജിൻ മാറുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ സോമോസ് യൂസ് ചെയ്യുന്നത്, നോസോത്രോസ് സോമോസ് ഡെ മെഹിക്കോ. ഇനി അടുത്തൊരു വോസോത്രോസ് ഉണ്ട്, സ്പെയിനിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ്. അത് വലിയ കാര്യമായിട്ട് ഞാനത് സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല. യു ആർ ഇൻഫോർമലി പറയുന്നതാണ്. വോസോത്രോസ്, വോസോത്രാസ് അങ്ങനെ പറയും. അവിടെ നമ്മൾ ഉപയോഗിക്കണേ എസ്തായീസ് എന്നുള്ള, എസ്തായീസ് എന്നുള്ള എസ്താറിൻ്റെ ഇത് വരുന്നത്. അതിൻ്റെ പെർമനൻ്റ് എന്താണെന്നുള്ളത് എനിക്ക് അത് കൃത്യമായിട്ട് അറിയത്തില്ല. എസ്തായീസ് എന്നാണ് എസ്താറുമായിട്ട് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. അത് അത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് ഞാൻ അത് പഠിക്കാതിരുന്നത്. ഇനി ഏയോസ്, ഏയാസ്, ELLAS, ഏയോസ്, ദേ. ദേ ഓൾ മെയിൽ ആണ് ഏയോസ്, ദേ ഓൾ ഫീമെയിൽ ആണെങ്കിൽ ഏയാസ്. അവിടെ എസ്താൻ എന്ന് പറയും. ഈ എയുടെ മുകളിൽ നിന്നുണ്ട് എസ്താൻ മാത്രം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദേ ആർ ഗുഡ്. എസ്താൻ ബിയേൻ, ദേ ആർ ഗുഡ്. ടെമ്പററി വെർബാണ് എസ്താൻ, എസ്താർ എന്നുള്ളതാണ്. ഇനി സോൺ, അതിൻ്റെ പെർമനന്റ് സോൺ. സോൺ എന്ന് പറഞ്ഞാൽ ദേ ആർ മൈ ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ ഏജോസ്, സോൺ, മിസ്, എർമാനോസ്. സെന്റൻസ് കംപ്ലീറ്റ് പറയണമെങ്കിൽ സോൺ, അതായത് എൻ്റെ ബ്രദേഴ്സാണ് അവർ എപ്പോഴും ബ്രദേഴ്സാണ്, അതിന് മാറ്റം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സർ എന്ന വെർബിൽ നിന്നുള്ള സോൺ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉസ്തേദസ്, യു ഓൾ ആർ പ്ലൂറൽ. അവിടെ ഈ സെയിം എസ്താൻ അതുപോലെ സെയിം സോൺ ആണ് യൂസ് ചെയ്യുന്നത്. പെർമനന്റിന് സോൺ, യു ഓൾ ആർ, അതുപോലെ ദേ ആർ എസ്താൻ, യു ഓൾ ആർ എസ്താൻ. അതിൻ്റെ പെർമനന്റ് സോൺ, ടെമ്പററി എസ്താൻ. ഇപ്പൊ എസ്താറി എന്ന് വരുന്ന എല്ലാ വെർബിന്റെയും മാറ്റങ്ങൾ ടെമ്പററി ആണ്. സർ, ടു ബി എന്നതിന്റെ മീനിങ് എങ്കിലും സെറിൽ നിന്ന് വരുന്ന എല്ലാ വെർബുകളും പെർമനന്റ് ആണ്. സബ്ജക്റ്റീവ് പ്രോനൗൺ സെയിം, ജോ, തു, ഹി, ഷീ, യു ഫോർമൽ, വി, ദേ, ഉസ്തേദസ്, യു ആൾ ആർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. മെയിനായിട്ട് നമ്മൾ പഠിച്ചത് ഈ രണ്ട് വെർബാണ്, സ്റ്റാർ, സർ. ഈ രണ്ട് വെർബിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരുപാടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ ഈ ക്ലാസ്സിൽ തന്നിട്ടുള്ളൂ. എസ്താർ, സർ ഒരു ജസ്റ്റ് ഒരു നിങ്ങളുടെ ഒരു അറിവിലേക്കാണ് ഈ എസ്തോയി, എസ്താസ്, എസ്താ എന്നൊക്കെ പറയണ എന്താണ്, അതിൻ്റെ എവിടെയൊക്കെ അത് ഉപയോഗിക്കാം, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ടാണ് അതിവിടെ തൂവിന് എസ്താസുമിന് തൂവിന് റേസ് ഒക്കെ വന്നത്, ഇതെല്ലാം നിങ്ങൾക്കൊന്നൊരു അറിവിലേക്കാണ് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, കമൻറ്റ്, ഫോളോ, ലൈക്ക്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഹasta luego, have a nice day, bye.